വട്ടം നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സമയമില്ല, എനിക്കൊന്നിനും സമയമില്ല, എനിക്ക് എക്സസൈസ് ചെയ്യാൻ സമയമില്ല, എനിക്ക് പ്രോപ്പറായി ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാൻ സമയമില്ല, എനിക്ക് ഉറങ്ങാൻ സമയമില്ല, എനിക്കൊന്നിനും സമയമില്ല, എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പോലും സമയമില്ല. ഇത് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലേ. പക്ഷെ ഒരു സത്യാവസ്ഥ എന്താണെന്നറിയോ? ഈ സമയമില്ല, ഐ ഡോണ്ട് ഹാവ് ടൈം എന്നുള്ളത് ഒരു സത്യാവസ്ഥയല്ല, പകരം ഇറ്റ്സ് എ ചോയ്സ്. നമ്മൾ എടുക്കുന്ന ഒരു ചോയ്സ് ആണ്. സി, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് 24 മണി. ദ സെയിം ടൈം ഓരോരുത്തർ കരിയർ ബിൽഡ് ചെയ്യാനും ഫാമിലീനെ നോക്കാനും കുട്ടികളെ നോക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും വർക്ക്ഔട്ട് ചെയ്യാനും എന്ത് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ടൈമാണ്. എല്ലാവർക്കുമുള്ള ഒരു സെയിം ടൈമാണ് 24 മണിക്കൂർ. അപ്പൊ എവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്? വ്യത്യാസം ടൈമിലല്ല, പകരം പ്രയോറിറ്റി. പ്രയോറിറ്റി ഇസ് എവറിത്തിങ്. യുനോ, നമ്മൾ സമയമില്ല എന്ന് നമ്മൾ ഇപ്പൊ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോ എന്റെ പ്രയോറിറ്റി അല്ല, ഇത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, എനിക്ക് വേറെ എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടാനുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഓക്കെ ആസ് ലോങ് ആസ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംഭവത്തിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കുന്നിടത്തോളം. കാരണം എല്ലാത്തിനും ഒരു കോസ്റ്റ് ഉണ്ട്. എവറി ടൈം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഉറക്കം നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ, നിങ്ങൾക്ക് തോന്നുന്ന സ്ട്രെസ്സ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുമ്പം, നിങ്ങളുടെ വർക്കൗട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പം, എല്ലാത്തിനും അതിൻ്റെ പുറകിൽ ഒരു കോസ്റ്റ് ഉണ്ടാവും. ബിക്കോസ് കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ബോഡി നമ്മളോട് തിരിച്ചു ചോദിക്കും, എന്തുകൊണ്ട് എന്നെ ടേക്ക് കെയർ ചെയ്തില്ല, എന്തുകൊണ്ട്? ആൻഡ് അത് തരുന്നത് പല രൂപത്തിലായിരിക്കും. ക്ഷീണം, തലവേദന, ഹോർമോണൽ ഇംബാലൻസസ്, മൂഡ് സ്വിങ്സ്, ഇല്ലെങ്കിൽ ഏറ്റവും അറ്റം പോയി കഴിഞ്ഞ് ഒരു അസുഖത്തിന്റെ രൂപത്തിൽ, ഒരു ഡയഗ്നോസിന്റെ രൂപത്തിലായിരിക്കും നമ്മളോട് തിരിച്ചു വരുന്നത്. സോ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് ലിറ്ററലി ഇപ്പം നിങ്ങളുടെ ടൈം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയല്ല, ഇറ്റ്സ് ആക്ച്വലി നിങ്ങളുടെ ഫ്യൂച്ചറിലെ ഹെൽത്തിനെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഈ ഒരു സംഭവം മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ഹെൽത്തിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ മൈൻഡിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് മതി എന്തും. നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. സി, ഞാനൊരു റിയാലിറ്റി പറയട്ടെ. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ സമയമെടുത്ത് നല്ല ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി സമയം കളയുന്നതിന് പകരം നമ്മൾ എവിടെയോ നമ്മൾ സമയം വേറെ എന്തിനോ നമ്മൾ ടൈം സേവ് ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ എവിടെയോ കയറിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും എന്തിനാ നമ്മൾ ഈ ടൈം സേവ് ചെയ്യുന്നത്? കൂടുതൽ സ്ട്രെസ്സിനോ, ഇല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കാനോ, ഇല്ലെങ്കിൽ വേറെ മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ച് നമ്മളെ മൈൻഡ് കളയാനോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി സേവ് ചെയ്യുന്നത്? ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ ബോഡി ഇപ്പോൾ കൊളാപ്സ് ചെയ്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളത് നാളത്തേക്ക് സ്കെഡ്യൂൾ ചെയ്യുമോ? ഒരിക്കലുമില്ല. നിങ്ങളെ മൈൻഡ് ബ്രേക്ക് ഡൗൺ ആവും. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന വരുമ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ മറ്റെന്തെങ്കിലും നിങ്ങൾ കൺസിഡർ ചെയ്യുമോ? ഇല്ല. പിന്നെ എന്തിനാണ്? സി, ഹെൽത്ത് ഒരിക്കലും ഒരു ലക്ഷറിയോ ഒന്നുമല്ല ചോദിക്കുന്നത്, ഒരു ഇൻറ്റൻഷൻ. ഒന്ന് എന്നെ ശ്രദ്ധിക്കൂ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ദിവസം നിങ്ങൾ ചെയ്യൂ എന്ന് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയണ പോലെ. സോ അത് ചോദിക്കുന്നതാകെ നിങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കും, നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കും, കുറച്ച് സമയം നിങ്ങൾ അതിനെ കണ്ടെത്തും, നിങ്ങളുടെ ബോഡി ഒന്ന് അനക്കും, നിങ്ങളുടെ എല്ലാം നിങ്ങളൊന്ന് ബോഡി മൂവ്മെൻറ്റ് നിങ്ങൾ കൊടുക്കും, ഒരു നല്ലൊരു രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങും, ഒന്ന് ഒരു റെസ്റ്റ്ഫുൾ സ്ലീപ്പ് നിങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കാം ഡൗൺ, റിലാക്സ്, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. ആൻഡ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ദിവസം ചെയ്യാൻ നമുക്ക് ഒരു 1.5 മണിക്കൂർ, വളരെ കുറച്ച് സമയം മതി, ഒരു ഡെയിലി ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ. പക്ഷെ ഇതെല്ലാം നമുക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് തോന്നും. പക്ഷെ അൺടിൽ നമ്മൾ എന്തെങ്കിലും ഒരു വലിയ അസുഖം വന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് തോന്നും, ഇതൊക്കെ നമുക്ക് ചെയ്യായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യമായി മാറും. അപ്പൊ അങ്ങനെ വരാതിരിക്കട്ടെ, ഇനിയെങ്കിലും അതിനു വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്കൊക്കെ എടുക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു സംഭവമാണുള്ളത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു സംഭവമുണ്ട്. വാട്ട് ഇഫ് റിയൽ സക്സസ് ഇസൻറ്റ് ഹൗ മച്ച് യു ഗെറ്റ് ഡൺ, ബട്ട് ഹൗ വെൽ യു ലിവ് വൈൽ ഡൂയിങ്? അല്ലേ, നമ്മൾ ജീവിക്കുന്ന കാലം എന്ത് ക്വാളിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു സംഭവമാണ്. ആൻഡ് അടുത്ത വട്ടം നിങ്ങളോട് തന്നെ പറയാണ്, എനിക്ക് സമയമില്ല എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കാം, ഞാൻ ഇപ്പം എൻ്റെ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ ഞാൻ പിന്നെ എപ്പോൾ എൻ്റെ ഹെൽത്ത് നോക്കും? എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ, നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് സഫർ ചെയ്യേണ്ടത്. ആരൊക്കെ കൂടെ ഉണ്ട്, എന്തൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വയ്യെങ്കിൽ അത് നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ഇമോഷൻസ് ആണ്, എല്ലാം നമ്മളാണ്. സോ മേക്ക് ഷുവർ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. നമുക്ക് 1-2 വട്ടമൊക്കെ പറയാൻ പറ്റും എനിക്ക് വയ്യ, ചിലപ്പം ഒക്കെ ആൾക്കാർ സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ബട്ട് ഇവഞ്ച്വലി ആരും അത് അങ്ങനെയാണ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. എല്ലാ റിയാലിറ്റി അതാണ്. അപ്പോൾ
എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോഴും നമ്മുടെ ആരോഗ്യം അത് അടിസ്ഥാനമാക്കി വെക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം മറ്റെന്തിനും ഇറങ്ങിത്തിരിക്കുക. അതിന് കുറച്ച് സമയം, ചിലപ്പോൾ കുറച്ച് നേരത്തെ എണ്ണിക്കേണ്ടി വരും, കുറച്ച് താമസിച്ച് എണ്ണിക്കേണ്ടി വരും. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്കെഡ്യൂളിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുക. ബിക്കോസ് ഹെൽത്ത് ഈസ് വെൽത്ത് ആൻഡ് ഹെൽത്ത് ഈസ് എവറിത്തിങ്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അതിനാണ് ഞാൻ ഈ പല രീതിയിലും ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഈ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെയിം കാര്യങ്ങളാണ്. പക്ഷെ അത് എങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് എനിക്ക് പല കോൺസെപ്റ്റിൽ എത്തിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് മൈ പവർ ഫാം. ആൻഡ് റിമെമ്പർ, സമയം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ സമയം കണ്ടെത്തേണ്ടതാണ്. നമുക്ക് പ്രയോറിറ്റൈസ് ആണെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തിയിരിക്കും. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമ്മുടെ ഹെൽത്തിനെയും മൈൻഡിനെയും നമ്മുടെ സമാധാനത്തിനെയും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, ഏറ്റവും ഫസ്റ്റ് വെക്കുക, ആൻഡ് ജസ്റ്റ് ഡു ദ നീഡ്ഫുൾ തിങ്. അത്രയും മാത്രമേ ഉള്ളൂ. ആൻഡ് റിമെമ്പർ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ സമാധാനത്തിനും വേണ്ടി. സോ നമുക്കൊക്കെ അത് ചെയ്യാൻ കഴിയട്ടെ. സോ ദാറ്റ്സ് ഇറ്റ് മൈ പവർ ഫാം. സോ ദിസ് ഇസ് പവർ ഓഫ് സെൽഫ്, ഡോക്ടർ സന സൈനുദ്ദീൻ signing off. So see you in the next episode.